മീലാദ് വേദി വാർത്തകൾ വായിക്കുന്നത് വായിലൂടെ, നിങ്ങൾ കേൾക്കുന്നത് ചെവിട്ടിലൂടെ. മദീന മലർവാടിയിൽ മിന്നും തിങ്കളായി ഒളിമങ്ങാതെ സൂര്യ തേജസ്സായി ഇന്ന് നിലകൊള്ളുന്ന അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1488 തിരുജന്മദിനം ലോകമെങ്ങും ആഘോഷിക്കുകയാണ്. അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ ആളുകാരായ സുന്നികൾ തിരുജന്മദിനം ആഘോഷിക്കുമ്പോൾ നബിദിനം അനിസ്ലാമികമാണെന്ന് വെമ്പറടിച്ച് വഹാബി സമുദായം ഊരു ചുറ്റുമ്പോൾ നബിദിനം ഇസ്ലാമികമല്ലെന്ന് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് തിരുജന്മദിന മുസ്ലിം പണ്ഡിതർ അഭിപ്രായപ്പെട്ടു. പുണ്യജന്മദിനത്തിന്റെ ഭാഗമായി കിഴക്ക് നേറനാടിന്റെ മതവിദ്യാഭ്യാസ കലാലയം മുഫീദുൽ ഉലൂം ഹയർ സെക്കൻഡറി മദ്രസ കമ്മിറ്റി സംഘടിപ്പിച്ച നബിദിനാഘോഷ പരിപാടി റബീഉൽ അവ്വൽ 12 ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് മഹല്ല് ഖാദി അബ്ദുൾ റഷീദ് ഫൈസിയുടെ പ്രാർത്ഥനയോടെ തുടക്കം കുറിച്ചു. നബിദിനാഘോഷ റാലിക്ക് പ്രാരംഭം കുറിച്ചുകൊണ്ട് മദ്രസ പ്രസിഡന്റ് CH ഹംസകുട്ടി സാഹിബ് പതാക ഉയർത്തി. തിരുനബിയുടെ മദീന കീർത്തനങ്ങൾ ഉച്ചരിച്ച് റാലി പ്രചോദനം തെളിയിച്ചു. ആഘോഷ റാലിയിൽ മദ്രസ കമ്മിറ്റി ഭാരവാഹികൾ സാന്നിധ്യം സജീവമായിരുന്നു. റാലിക്ക് ആരംഭകർന്ന് പൂർവ്വ വിദ്യാർത്ഥികളും കാരണവന്മാരും റാലിയിൽ പങ്കെടുത്തു. മദ്രസ അംഗണത്തിൽ നിന്ന് പ്രയാണം കുറിച്ച റാലി എടക്കര പിക്കപ്പ് സ്റ്റാൻഡിൽ തിരിച്ച് അനവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മുണ്ടയിലൂടെ അണ്ടിക്കുന്ന പ്രദേശത്തെ പ്രകമ്പനം കൊള്ളിച്ച് ആശാരിക്കൊട്ടി വഴി മദ്രസ അംഗണത്തിൽ സമാപിക്കുകയായിരുന്നു. റബീഉൽ അവ്വൽ 12 തലേന്ന് രാത്രി വെള്ളരിക്കാട്ടിൽ കോയ ഹാജിയുടെ ഭാര്യ മരണപ്പെട്ടു. നബിദിന റാലിയിൽ കോയ ഹാജിയുടെ വീട്ടിൽ ഭാര്യയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഇസ്ലാഖ് വൈസി പ്രാർത്ഥന നടത്തി. മുഫീദുൽ ഉലൂം മദ്രസ കമ്മിറ്റി സംഘടിപ്പിച്ച മീലാദ്